ചപ്പുചവറുകളുമായി മലിനപ്പെട്ടു കിടക്കുന്ന സ്ഥലങ്ങൾ. ചിത്രത്തിൽ കാണുന്നത് പോലുള്ള ഈ ലോകം നിങ്ങൾക്ക് അപരിചിതമല്ലല്ലോ. നമ്മുടെ മണ്ണും വിണ്ണും എന്തിനേറെ നമ്മുടെ ശ്വാസം പോലും ഇന്ന് മാലിന്യ കൂമ്പാരങ്ങളോട് മല്ലിടുകയാണ്. ശ്യാമസുന്ദര കേരളം ഇന്ന് മാലിന്യ സമ്പന്ന കേരളമാണ്. മാലിന്യമുക്ത കേരളത്തിനായി നമുക്ക് എല്ലാവർക്കും കൈകോർക്കാം. നമ്മളിൽ നിന്ന് തുടങ്ങട്ടെ തലമുറകളിലേക്ക് നല്ലൊരു നാളേക്കായി. ഭാഗം 1. ക്ലാസ് മുറി. വൃത്തിഹീനമായ ക്ലാസ് അന്തരീക്ഷം. കുട്ടികൾ ടീച്ചർ കടന്നു വരുന്നത് പ്രതീക്ഷിച്ചിരിക്കുന്നു. തുടർന്ന് ടീച്ചർ കടന്നു വരുന്നു. പരിസ്ഥിതി മലിനീകരണം നമ്മുടെ ആവാസ വ്യവസ്ഥയും നമ്മുടെ ജീവന്റെ നിലനിൽപ്പിനെയും അപകടകരമായി മാറുന്നുണ്ട് അല്ലേ? പരിസ്ഥിതി മലിനീകരണം നമ്മെ എന്തിനൊക്കെ ബാധിക്കുന്നുവെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? നിങ്ങൾ ഊഹിക്കാമോ മാലിന്യ കൂമ്പാരങ്ങളിലെ വില്ലനാഥരാണ് പ്ലാസ്റ്റിക്. അതെ, പ്ലാസ്റ്റിക്കിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ നിങ്ങൾക്ക്? അതെ, ആരോഗ്യത്തിന് ഹാനികരമാണ്, ബാധിക്കുന്നുണ്ട്. അത് ഒരിക്കലും മണ്ണിനോട് അലിഞ്ഞു ചേർന്നില്ല. ഭാഗം 2. കുട്ടികൾ ചപ്പുചവർ കൂമ്പാരത്തിനടുത്ത്. എന്ത് ദുർഗന്ധമാണ് ഇവിടെ. ഇവിടെയുള്ളവരൊക്കെ എങ്ങനെ താമസിക്കുന്നു? നീ നോക്കി, ഒരു എലി ഓടുന്നു. എലി മാത്രമല്ല, പട്ടിയും കീരിയും ഒക്കെ ഉണ്ട്. ആ പ്ലാസ്റ്റിക് നിറയെ വെള്ളം. അതെ, ആ വെള്ളത്തിലൊക്കെ കൊതുകുകൾ മുട്ടയിട്ട് പെരുകും. എന്തുകൊണ്ട് ഇതിനെതിരെ നടപടികളൊന്നുമില്ല? നമ്മളും പ്ലാസ്റ്റിക് വലിച്ചെറിയുന്നവരുടെ കൂട്ടത്തിലാണല്ലോ. നമ്മളും കൂടി ഇതിന് പങ്കാളികളാണെന്ന് ഓർക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. അത് മാത്രമല്ല, നാടിന്റെ നാശത്തിലേക്കല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കും ഇതിന്റെ വീഡിയോ ഒക്കെ എടുത്ത് ക്ലാസ് ടീച്ചറിന് അയച്ചു കൊടുക്കാം. അതേ, ടീച്ചർ പറഞ്ഞതാണല്ലോ. ആ പ്ലാസ്റ്റിക്കിൽ വെള്ളം നിറച്ചിരുന്നെടുത്ത് ഇനി ഇത് ഉടൻ തന്നെ നമുക്ക് ടീച്ചർക്ക് അയച്ചു കൊടുക്കാം. നമുക്ക് വീട്ടിലേക്ക് പോവാം. അതെ. ഭാഗം 3. ക്ലാസ് മുറി. ഭാഗം 4. വീട്. സ്കൂളിലേക്ക് പുറപ്പെടുന്നതിന് മുൻപായി പ്ലാസ്റ്റിക് കുപ്പി എടുത്ത ശേഷം മുൻ ക്ലാസ്സിലെ ചർച്ചകളെ ഓർത്തുകൊണ്ട് കുട്ടി 4. ശേഷം കുട്ടി 4 പ്ലാസ്റ്റിക് കുപ്പി തിരിച്ചു വെച്ചുകൊണ്ട് പ്ലാസ്റ്റിക് അല്ലാത്ത മറ്റൊരു കുപ്പി എടുക്കുന്നു. ഒരു കാലത്ത് വിപ്ലവകരമായ വസ്തുവായി വാഴ്ത്തപ്പെട്ടിരുന്ന പ്ലാസ്റ്റിക് ഇന്ന് നമ്മുടെ ഗൃഹത്തിൽ നാശം വിതച്ചുകൊണ്ട് ആഗോള വിപത്തായി മാറിയിരിക്കുന്നു. പ്രശ്നങ്ങളെ പ്രശ്നത്തിൽ നിന്നുകൊണ്ട് തന്നെ പരിഹരിക്കുക. വർണ്ണാഭമായ ഒരു ലോകത്തെ സൃഷ്ടിക്കുവാൻ മാറ്റം അനിവാര്യമാണ്. വരൂ, നമുക്ക് മാറാം നല്ലൊരു നാളേക്കായി.